गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव. ശ്രീമദ് ഭഗവത്ഗീത ജ്ഞാനവിജ്ഞാനയോഗം 7-ാം അധ്യായം 28-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹനിർമുക്ത ഭജന്തേ മാം ദൃഢവ്രത. മലയാളം: പുണ്യവാന്മാർക്കെഴും പാപം എന്നു താൻ അന്ത്യമേറ്റിടും, ദ്വന്ദ്വമോഹങ്ങൾ എന്നെ തന്നെ ഭജിച്ചിടും. തോ എന്നാൽ തൂൻ തുടങ്ങാൻ കാരണം എങ്ങനെയുള്ളവർക്കാണ് പരമാത്മാവിനെ ഭജിക്കാൻ സാധിക്കുക എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ചോദിച്ചത്. അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് പറയുന്നത്. പുണ്യകർമ്മങ്ങളുടെ ഫലമായി യേഷാം ജനാനാം യാതൊരു ജനങ്ങളുടെ പാപം അന്തഗതം പാപം നശിച്ചു പോയിരിക്കുന്നുവോ തേ അവർ ദ്വന്ദ്വമോഹ നിർമുക്താഹ സുഖദുഃഖങ്ങൾ കൂടിയതാണല്ലോ ദ്വന്ദ്വമോഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഭ്രമങ്ങളിൽ നിന്നൊക്കെ വിമുക്തരായിട്ട് ദൃഢവ്രതാഹ മാം ഭജന്തേ നിശ്ചയദാർഢ്യത്തോടെ എന്നെ ഭജിക്കുന്നു. നമ്മളുടെ ഓരോ ജന്മത്തിലെയും കർമ്മങ്ങളുടെ ഫലമായിട്ട് പുണ്യമാണോ പാപമാണോ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ അടുത്ത ജന്മത്തിൽ ജനിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുണ്യകർമ്മങ്ങളുടെ ഫലം നശിച്ചു പോയിരിക്കുന്നത് നശിച്ചു കഴിഞ്ഞവർ നിശ്ചയദാർഢ്യത്തോടെ എന്നെ ഭജിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാപം എന്ന് പറയണത് ജനിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കിട്ടുന്നതല്ല. ശരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്ന ഒരു മാലിന്യമാണ്. അതിനെ നമ്മൾ അതിൽ ആസക്തി വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ നമുക്ക് വരുന്നു, ചില കാര്യങ്ങളിൽ ആസക്തി വരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ ആ ആസക്തി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തികൾ ധർമ്മമാണോ അധർമ്മമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളെ അധർമ്മമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കപ്പെടും. അത് പാപമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സംസാര ദുഃഖത്തിൽ അലഞ്ഞ് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ വിഷയങ്ങളിൽ പെട്ട് തുടർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ മലിനവാസനകളെല്ലാം വരും. അതിനനുസരിച്ചായിരിക്കും അന്നത്തെ നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ. എന്തോ ഒരു ചെറിയൊരു കരട് നമ്മുടെ മനസ്സിൽ കടന്നു കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ലത് മാത്രം ചിന്തിക്കുന്ന നമ്മളാണെങ്കിൽ പോലും ഇങ്ങനെ ഒന്ന് മനസ്സിൽ കയറി കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറുതായിട്ട് ദുഷ്ചിന്ത വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളുടെ രീതി മാറും. ആ പുതിയ ചിന്തയ്ക്കനുസരിച്ചായിരിക്കും നമ്മുടെ കർമ്മം. അപ്പോൾ അത് വീണ്ടും വീണ്ടും ആ വാസനയെ അതിൽ നിന്ന് എങ്ങനെയാണ് മോചനം കിട്ടുന്നത്? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒറ്റ ഉപായം എന്താണ്? കർമ്മങ്ങൾ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണമെങ്കിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുക. ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെയാണ്, കർമ്മത്തോട് പോലും യാതൊരു രാഗം നമുക്കുണ്ടാവരുത്. പക്ഷെ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളാണ്, അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന രീതിയിൽ വേണം നമ്മളത് ആ തത്വം ഉൾക്കൊണ്ട് വേണം നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ആത്മാർത്ഥതയോടെ എനിക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ ഈ കാര്യങ്ങൾ. അതുകൊണ്ട് ആത്മാർത്ഥതയോടെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ ഒടുങ്ങും. ഇപ്പോൾ ഭഗവാന്റെ ഒരു സ്നേഹം അല്ലെങ്കിൽ പരമാത്മാവ് എന്ന തത്വം അല്ലെങ്കിൽ സത്യം തിരിച്ചറിയാൻ നമ്മൾ ഒട്ടും ശ്രമിക്കുന്ന പോലുമില്ല. കാരണം നമ്മൾക്ക് എന്താണ് നമ്മുടെ സ്നേഹം എന്ന് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, ഇതൊക്കെയാണ് നമ്മുടെ ലോകം അല്ലേ? ആർക്കും അതിൽ നിന്നൊന്നും വ്യത്യാസമില്ല.
ഒരുവിധ ആൾക്കാരുടെ എല്ലാവരുടെയും തന്നെ ലോകം ഇതാണ്. അവരിൽ നിന്ന് കിട്ടുന്നതാണ് സ്നേഹം. ഇതാണ് നമ്മുടെ ചിന്താഗതി. അവരിൽ നിന്ന് കിട്ടുന്നത് സ്നേഹമല്ലേ എന്ന് ചോദിച്ചാൽ ആണ്, സ്നേഹം തന്നെയാണ്. പക്ഷേ എന്താണ്, അതല്ല യഥാർത്ഥ സ്നേഹം. ഒരു അച്ഛനും അമ്മയും കുട്ടികളെ വളരെ ചെറിയ കുട്ടിയാവുമ്പോൾ മുതൽക്ക്, ഇതെല്ലാം നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അത് റിപ്പീറ്റേഷൻ വരികയാണ്. അച്ഛനും അമ്മയും കുട്ടികളെ വളർത്തുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ വളർത്താൻ നോക്കുന്നു. താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്നുള്ള പോലെ തന്നെ വളർത്തുന്നു. അവർക്ക് യാതൊരു ആപത്തും വരുത്താതെ വളരെ സുരക്ഷിതരായിട്ട് വളർത്താൻ നോക്കുന്നു. അങ്ങനെ അവർ കുറച്ച് വളർന്ന് പഠനത്തിലേക്കൊക്കെ എത്തി. അപ്പോഴും എന്താണ്, ഓരോന്നും പഠിക്കുമ്പോൾ അവരെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. വേണ്ടേ, ഉപദേശിക്കേണ്ടതെന്ന് ചോദിച്ചാൽ വേണം, വേണ്ടതല്ല എന്നെല്ലാം നല്ല കാര്യം തന്നെ. അങ്ങനെ ഉപദേശിച്ച് കഴിഞ്ഞാൽ അവരൊരു നല്ല ജോലി കിട്ടണം. അതാണ് അച്ഛൻ്റെ അമ്മയുടെയും ഉദ്ദേശം. നല്ല മാർക്ക് കിട്ടണം, നല്ല ജോലി കിട്ടണം. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ആ കുട്ടിക്ക് അത് എത്താൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് കേട്ടോ, അനുഭവത്തിൽ കൂടെ പറയണേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്യുക. നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ പഠിക്കാൻ പോകുന്നത്? ആ വീട്ടിലെ കുട്ടി കണ്ടില്ലേ, ഈ വീട്ടിലെ കുട്ടി കണ്ടില്ലേ, അവർക്കൊക്കെ എത്ര ഫുൾ മാർക്കും ഉണ്ടല്ലോ, നീ പിന്നെ എന്തിനാണ് പഠിക്കാതെന്ന് പറഞ്ഞ് പോയിട്ട് നീ എന്താണ് ചെയ്യുന്നത്? നിന്നെക്കൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല. എന്താണ്, അപ്പുറത്തൊക്കെ കുട്ടികളുണ്ടാവും എല്ലാ വീടുകളിലും. അവരൊക്കെ അവരുടെ സമപ്രായക്കാരായിരിക്കും, ഒരുപക്ഷമോ ഇവരെക്കാൾ മാർക്ക് നേടിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കമ്പാരിസണാണ്. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവാ, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. ആരോടാ പറയുന്നത്? കുട്ടിയോട്. അപ്പോൾ കുട്ടിയുടെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത വരും. അപ്പോൾ കുട്ടി പിന്നെ ചിന്തിക്കും, അച്ഛനും അമ്മയും വിചാരിച്ച ഒന്നും എനിക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല, അപ്പം ഞാൻ തന്നെ ആത്മഹത്യ ചെയ്യല്ലേ നല്ലത് അവർ ചെയ്യുന്നതിനേക്കാൾ എന്ന് ചിന്തിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്ക് പേപ്പർ എടുത്താലും സോഷ്യൽ മീഡിയ എടുത്താലും എല്ലാം കാണാം. വളരെ ടെൻസ്ഡാണ്. എനിക്കറിയാം, ഇവിടെ തന്നെ വരുന്ന കുട്ടികളുടെയൊക്കെ പാരൻസിനെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്കറിയാം, അയ്യോ എൻ്റെ കുട്ടി നന്നായി ചെയ്യില്ലേ എന്നുള്ള ടെൻഷനാണ്. ഒരു കുട്ടിക്ക് ഒരു കഴിവുണ്ടല്ലോ, ആ കഴിവിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റൂ. നമ്മൾ എത്ര തന്നെ പുഷ് ചെയ്താലും അവൻ്റേതായിട്ടുള്ള കഴിവുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കഴിവ് മുഴുവൻ പ്രയോഗിക്കാതെ ഇരിക്കുന്നവരും ഉണ്ട് കേട്ടോ. അവരോട് പിന്നെ ഒന്നും പറയാനില്ല, അവർക്കത് കിട്ടില്ല. അപ്പോൾ ഭഗവാന്റെ ഇതാണ് സ്നേഹം നമ്മൾ വിചാരിക്കുന്നത്. ഇനി കുട്ടികളെന്താ വിചാരിക്കണത്? തൻ്റെ കാര്യങ്ങൾ അച്ഛനും അമ്മയും നടത്തി തരുന്നുണ്ടെങ്കിൽ അവർ നല്ലതാണ്, അവർ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും വിചാരിക്കുന്നത് കുട്ടികൾ തങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടെങ്കിൽ അവന് ഞങ്ങളോട് സ്നേഹമുണ്ട്. ഇതൊക്കെ താൽക്കാലികമാണ്, ഇതൊന്നും അല്ല സത്യം എന്നുള്ളത്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അപ്പം ഞാൻ എൻ്റെ എന്നുള്ള ആ ചിന്ത കളഞ്ഞ് ഭഗവാൻ എല്ലാം അറിയാമെന്നല്ലേ പറഞ്ഞത്. എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. ഓരോ കാര്യങ്ങളും ആര് എപ്പോൾ എവിടെ എങ്ങനെ ജനിക്കണം എന്നുള്ളതും അവരുടെ ജീവിതം എന്താണെന്നുള്ളതും ആരൊക്കെയാണ് ഈ ലോകത്തേക്ക് കടന്നു വരേണ്ടതെന്നുള്ളതെല്ലാം ഭഗവാൻ അറിയും. അപ്പോൾ ഇതെല്ലാം നിശ്ചയിക്കുന്നത് ഭഗവാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ദുഷ്ടജനങ്ങളെ സൃഷ്ടിക്കുന്നത്? എല്ലാവരും നല്ലവരെ മാത്രം സൃഷ്ടിച്ചാൽ ലോകം എത്ര നല്ലതായിരിക്കും അല്ലേ? അപ്പോൾ ഭഗവാൻ നമ്മുടെ കർമ്മഫലങ്ങൾ വീടിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദുഷ്ടന്മാരായി ജനിക്കുകയല്ല, നമ്മുടെ പ്രവൃത്തികൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കരട് കുടുങ്ങുക മനസ്സിലെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ ദുഷ്പ്രവൃത്തികളായിരിക്കും ചെയ്യുന്നത്, ചിലർ നല്ല പ്രവൃത്തികളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ദുഷ്ടന്മാരെയും അങ്ങ് സംരക്ഷിക്കുന്നുണ്ടല്ലോ എന്നൊരു ചെറിയ സംശയം വരും. ദുഷ്ടന്മാരെ അവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇനിയും ചെയ്തോ എന്നുള്ള രീതിയിൽ തന്നെ ഭഗവാൻ കൊടുക്കും. എന്തിനാണ്? ചെയ്ത് കുട്ടികൾ ഇമ്പോസിഷൻ എഴുതി ചില ടീച്ചർമാർ 100 പ്രാവശ്യമൊക്കെ കൊടുക്കും. 100 പ്രാവശ്യം കൊടുക്കുന്ന എന്തിനാണ്? 100 പ്രാവശ്യം എഴുതുമ്പോൾ എന്തായാലും അത് പഠിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ പിള്ളേർ എന്തോ ശ്രദ്ധിച്ചിട്ട് 100 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് പഠിക്കാനും പോകുന്നില്ല. അതേപോലെ ഈ കർമ്മങ്ങൾ ചെയ്ത് അടങ്ങട്ടെ എന്ന് വിചാരിച്ചാണ് അവരെ പോലും സംരക്ഷിക്കുന്നത്. ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അവരുടെ കർമ്മങ്ങൾ ഒടുങ്ങിയാൽ ഭഗവാനെ ഭജിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ചിലപ്പോൾ വരും. അങ്ങനെ അവരെ തന്നിലേക്ക് അടുപ്പിക്കാം. അപ്പോൾ ഭഗവാനെ ഭജിക്കുന്നവരും നിന്ദിക്കുന്നവരും ഈ ലോകത്തിൽ അല്ലേ? അപ്പോൾ ഈ നിന്ദിക്കുന്നവർക്കും ഇത് തന്നെയാണ് ഇത് ഭഗവാൻ കൊടുക്കുന്നത്. നിന്ദിച്ചോട്ടെ, അവർ നിന്ദിക്കട്ടെ. നിന്ദിച്ച് അവസാനം താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരു ബോധം അവർക്ക് വരും. അത്രയും
കാലം ഭഗവാൻ അവരെ നിലനിർത്തും. ഭഗവാനോടുള്ള സ്നേഹം നമ്മൾക്ക് ഈ ഒക്കെ തോന്നാൻ കാരണം തന്നെ നമ്മുടെ മനസ്സ് സങ്കുചിതമാണ്. ആ സങ്കുചിത മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത്. ഭഗവാന്റേത് അങ്ങനെയുള്ള സ്നേഹമല്ല, വളരെ നിസ്വാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ്. അപ്പോൾ നമ്മളെല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുക ആദ്യം. ആ ചെയ്യുന്ന കർമ്മങ്ങൾ ശരീരമല്ല, മനസ്സുമല്ല, ബുദ്ധിയുമല്ല, ആരാണ്? അത് പരമാത്മാവാണ് നിയന്ത്രിക്കുന്നത്. ആ പരമാത്മാവിന് വേണ്ടിയിട്ടാണ് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളെല്ലാം, മാലിന്യങ്ങളെല്ലാം അകന്നു കഴിഞ്ഞാൽ ഒരു പുണ്യവാസന നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് വരും. ആ പാപങ്ങളെയൊക്കെ കളഞ്ഞ് ഈ പുണ്യത്തിന് കരുത്ത് എത്രയും കിട്ടുന്നോ അതിനനുസരിച്ച്, അല്ലെ, ആരെ ശക്തിവാൻ ശക്തിയായിട്ടുള്ള ആളാണ് ജയിക്കുക എപ്പോഴും യുദ്ധത്തിൽ നല്ല അടി കൂടുമ്പോഴായാലും അങ്ങനെ തന്നെ ശക്തി കൂടുതലുള്ള ആളാണ് ജയിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ പുണ്യപ്രവൃത്തിയുടെ കരുത്ത് കൂടിക്കൂടി വരും, പാപപ്രവൃത്തിയുടെ കരുത്ത് കുറഞ്ഞു വരും. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ പാപവാസനകളും നീങ്ങി കഴിയുമ്പോൾ എന്താണ്? ഈ ഇച്ഛാദ്വേഷത്തിൽ നിന്ന്, അതായത് രാഗദ്വേഷത്തിൽ നിന്നെല്ലാം മാറി സുഖദുഃഖങ്ങളിൽ നിന്നൊക്കെ വിമുക്തി നേടിയിട്ട് വളരെ ദൃഢചിത്തതയോട് കൂടിയിട്ട്, ദൃഢവ്രതാഹ എന്ന് പറഞ്ഞ് ദൃഢചിത്തരായിട്ട് മറ്റ് ചിന്തകളൊന്നും തന്നെ ഇല്ലാതെ ആത്മധ്യാനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഇങ്ങനെ ആത്മധ്യാനം ചെയ്യുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് അടുത്ത ശ്ലോകത്തിൽ 29ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നു. ഇനി നമുക്ക് 2 ശ്ലോകങ്ങളും കൂടിയുണ്ട്, 29, 30. അതോടുകൂടിയിട്ട് 7ാം അധ്യായം കഴിയും. അപ്പോൾ അതടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.